മൊഡ്യൂൾ 1 തന്നെ ഒരു അടുത്ത പ്രോബ്ലം നോക്കാം. Two cylinders of diameter 100 mm and 50 mm weighing 200 Newton and 50 Newton respectively are placed in a trough as shown in figure. Neglecting friction, find the reactions at contact surfaces 1, 2, 3 and 4. അപ്പോൾ രണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്. ഒരു സിലിണ്ടറിന്റെ ഡയമീറ്റർ 100 mm. ഈ സിലിണ്ടർ ഡയമീറ്റർ 100 mm ആണ്. ഈ സിലിണ്ടറിന്റെ ഡയമീറ്റർ 50 mm. ഓക്കെ, അപ്പോൾ വെയിങ് 200 ന്യൂട്ടൺ. അപ്പോൾ 100 mm ഉള്ള ഇത് വെയിങ് 200 ന്യൂട്ടൺ, 50 ന്യൂട്ടൺ അതായത് 50 mm ഉള്ളത് 50 ന്യൂട്ടൺ വെയ് ചെയ്യും. Are placed in a trough as shown in figure. Neglecting friction, find the reactions at contact surfaces 1, 2, 3 and 4. 4 കോണ്ടാക്ട് സർഫസസ് ഉണ്ട്. അവിടുത്തെ റിയാക്ഷൻസ് എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ചെയ്യുന്ന പ്രോബ്ലം ആണ് ഇതെല്ലാം. അപ്പോൾ ആദ്യം തന്നെ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഇത് ബോഡി എ എന്ന് കൊടുക്കാം പേര്, ഇത് ബോഡി ബി എന്ന് കൊടുക്കാം. സിലിണ്ടർ ബി ആൻഡ് സിലിണ്ടർ എ. ഫസ്റ്റ് ബോഡി എയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വരും? ഓക്കെ, അപ്പൊ ഇതില് ഈ ഒരു പോയിന്റിൽ R1, ഒന്നാമത്തെ പോയിന്റിൽ നമുക്കൊരു റിയാക്ഷൻ ഉണ്ട് ഹൊറിസോണ്ടലി R1, അതായത് ഇവിടെ വരുന്ന റിയാക്ഷൻ R1. ഓക്കെ, നെക്സ്റ്റ് അവിടെ നിന്ന് സെൻട്രൽ നിന്ന് താഴേക്ക് നമുക്ക് എത്രയുണ്ട്? 50 ന്യൂട്ടൺ വരുന്നത്. ദെൻ പോയിന്റ് 4ൽ നമുക്കൊരു റിയാക്ഷൻ വരുന്നുണ്ട് R4. ഓക്കെ, പിന്നെ വേറെ എവിടെയെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? ബോഡി എ വേറെ അങ്ങ് കോണ്ടാക്ട് ഇല്ല. അപ്പൊ ഈ രണ്ട് പോയിന്റിലാണ് കോണ്ടാക്ട് ഉള്ളത്, ഒന്ന് 1ലും ഒന്ന് 4ലും. അപ്പൊ R1ഉം R4ഉം വരും, പിന്നെ 50 ന്യൂട്ടൺ വെയിറ്റ് താഴേക്ക് വരും. ഇനി ഇത് ബോഡി എയുടെ കേസാണ്. ഇനി ബോഡി ബിയുടെ കേസ് എടുക്കുമ്പോൾ ബോഡി ബി കുറച്ചുകൂടി വെയിറ്റ് കൂടിയതാണ്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 200 ന്യൂട്ടൺ ആണ് താഴേക്ക് വരുന്നത്. ഓക്കെ, ദെൻ അതിന്റെ കറക്റ്റ് ഹൊറിസോണ്ടലി വരുന്ന അവിടെ വെർട്ടിക്കലായിട്ട് കോണ്ടാക്ട് വരുന്നിടത്ത് ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരും. സർഫസിന് നോർമൽ ആയിരിക്കും എപ്പോഴും റിയാക്ഷൻ, എപ്പോഴും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് റിയാക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഇവിടെ നോർമൽ ആയിട്ട് R3. ഓക്കെ, അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ ഒരു പോയിന്റിൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ കോണ്ടാക്ട് ഉണ്ട്, അപ്പോൾ അവിടെ ഒരു റിയാക്ഷൻ വരും. ഓക്കെ, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അതെങ്ങനെയായിരുന്നു? ഇവിടെ നിന്ന് ഇങ്ങനെ സെൻട്രൽ പോയിന്റ് ആയിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇതാണ് R2. ഓക്കെ, വെയിറ്റ് താഴേക്ക് R3, സൈഡിലേക്ക് R2. ദെൻ നമ്മളുടെ R4 ഇവിടെയും വരുന്നുണ്ട്. R4 എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ വരുന്നത്. ഇത്രയുമാണ് ഫോഴ്സസ് ആക്റ്റീവ്. അപ്പോൾ ഈ സെയിം ഫോഴ്സ് തന്നെയാണ്, ഇതേ സെയിം ഈ R4 തന്നെയാണ് ഈ R4, സെയിം റിയാക്ഷൻ ഫോഴ്സസ് ആണ്. അതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഏത് ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്? ഈ സെന്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിലാണ് R4 ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, ഒന്ന് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മൾ വരച്ചേക്കുന്നത്. R4 ഒന്ന് ഈ ഡയറക്ഷനിൽ, ഒന്ന് ഈ ഡയറക്ഷനിൽ. അപ്പൊ ആ സെന്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമ്മൾ വ്യക്തമായിട്ടൊന്ന് വരച്ചേക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് അത് ആവശ്യം വരും. ലൈൻ ഞാൻ ഇന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഫോഴ്സസ് ആണ്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ എല്ലാം ഇൻക്ലിനേഷൻ ആണ്. R1 എന്ന് പറയുമ്പോൾ കറക്റ്റ്ലി ഹൊറിസോണ്ടൽ ആണ്, അത് 0 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ, അതായത് ഇൻക്ലിനേഷൻ ഇല്ല, പ്യുവർലി ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് R1. 50 ന്യൂട്ടൺ പ്യുവർലി വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. പക്ഷെ R4 ഒരു ഇൻക്ലൈൻ ഫോഴ്സ് ആണ്. R4ന് ഇൻക്ലിനേഷൻ ഉണ്ട്. R4ന്റെ ഇൻക്ലിനേഷൻ നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെയും R4 വരുന്നുണ്ട്. അപ്പൊ മറ്റേ R4ന്റെ ഇത് കഴിഞ്ഞാൽ ആ സെയിം ഇൻക്ലിനേഷൻ തന്നെ ഇവിടെ വരുന്നത്. പിന്നെ R2ന്റെ ഇൻക്ലിനേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. R3 എന്ന് പറയുന്നത് പ്യുവർ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടെ R4ഉം R2 ആണ് നമുക്ക് പ്രധാനമായിട്ട് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കേണ്ട ഫോഴ്സ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് R2 നോക്കാം. R2 എന്ന് പറയുന്നത് എവിടെയാണ്? ഈ ഒരു 2 എന്ന് പറയുന്ന പോയിന്റിലാണ് വന്നേക്കുന്നത്. പിക്ചറിൽ നോക്കുക. പിക്ചറിൽ ഞാൻ ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് R2. ഞാനിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച് കാണിച്ചിരിക്കുന്നത് R2. ഓക്കെ, R2 ഈസ് മേക്കിംഗ് എൻ ഇൻക്ലിനേഷൻ. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്ക് ഇവിടെ 45 ഡിഗ്രി കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ട്രയാങ്കിൾ നമ്മൾ ഇതിപ്പോ 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഈ ട്രയാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 45 ഡിഗ്രി ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് 45 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഇത് എത്ര വരും അപ്പോഴേ? ഈ ആംഗിൾ 45 ഡിഗ്രി അല്ലേ? കാരണം ടോട്ടൽ 180 ഡിഗ്രി അല്ലേ ഒരു ട്രയാങ്കിൾ വരുന്നത്. അപ്പോൾ R2ന്റെ ഇൻക്ലിനേഷനും എത്ര വരും? വിത്ത് ഹൊറിസോണ്ടൽ 45 ഡിഗ്രി. ഓക്കെ, അപ്പൊ R2 സോൾവ് ആയി. ഇനി R4 കണ്ടുപിടിക്കണം. R4 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുകയാണ്. അതായത് ഇവിടെ നിന്ന് ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ഇവിടെ നമുക്ക് ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, ആ ട്രയാങ്കിൾ നമുക്ക് ഈ ലെങ്ത് അറിയാം. ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു 50 ന്യൂട്ടന്റെ സെന്റർ പോയിന്റിൽ നിന്ന് 200 ന്യൂട്ടന്റെ സെന്റർ പോയിന്റ് വരെയുള്ള ലെങ്ത് നമുക്കറിയാം. അതെങ്ങനെ അറിയാം? അത് നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത് എത്രയാണ്? അത് ഇതിന്റെ റേഡിയസ് ആണ്. അത് എത്രയാ പറഞ്ഞേക്കുന്നത്? ചെറിയത് റേഡിയസ് 50 mm ആണ് ഡയമീറ്റർ. അപ്പോൾ ഇവിടെ എത്ര വരും? ഡയമീറ്റർ 50 mm ആയതും 25 mm ആണ് ഇവിടുത്തെ റേഡിയസ്. ഇനി ഇവിടുത്തെ റേഡിയസ് എത്രയാണ്? ഇവിടുത്തെ റേഡിയസ് 100 mm ആണ് ഡയമീറ്റർ. അപ്പോൾ 50 mm ആണ് റേഡിയസ്. അപ്പോൾ ടോട്ടൽ 50 പ്ലസ് 25 നമുക്കൊരു 75 mm. ഈ സെന്റർ പോയിന്റിൽ നിന്നും ഈ സെന്റർ പോയിന്റ് വരെ ഒരു 75 mm വരും ടോട്ടൽ. ഓക്കെ, അപ്പൊ ആ ഡിസ്റ്റൻസ് കിട്ടി നമുക്ക്. അപ്പൊ ആ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടനിയസ് ലെങ്ത് എത്രയാണ്? 75 mm ആണെന്നുള്ളത് കിട്ടി. ഇനി എ ടു ബി ലെങ്ത് കണ്ടുപിടിക്കണം. എ ടു ബി ലെങ്ത് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടം തൊട്ട് ഈ ഒരു സെന്റർ പോയിന്റ് ബി എന്ന് പറയുന്ന ബോഡിയുടെ സെന്റർ പോയിന്റ് മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് അറിയാം. 50 അല്ലേ? ഇനി ഈ പോയിന്റിൽ നിന്നും ഈ സെന്റർ പോയിന്റിൽ നിന്നും ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും നമുക്കറിയാം. എത്രയാ? 25. ഞാൻ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നോക്കേണ്ടത്. അപ്പൊ നമ്മളത് ഇത് 50 ആണെന്നുണ്ടെങ്കിൽ ഇതും എത്രയാണ്? 50 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 25, ഈ ഡിസ്റ്റൻസ് 50. കാരണം ഇത് 50 ആയതുകൊണ്ട് ഇതും 50 ആയി അല്ലേ? അതിന് നേരെ മുകളിൽ വരുന്ന ലെങ്ത് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഈ ലെങ്ത് നമ്മൾ ആ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലെങ്ത്, ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലെങ്ത് എങ്ങനെ കിട്ടും? ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ലെങ്ത്, കാരണം ടോട്ടൽ ലെങ്ത് എത്രയെന്ന് വന്നിട്ടുണ്ട്? 120 mm എന്ന് വന്നിട്ടുണ്ട്. 120 mm 25 മൈനസ് ചെയ്യുക, പിന്നെ 50 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സെന്റർ, ഇവിടം വരെയുള്ള ലെങ്ത് ആയില്ലേ? അപ്പൊ അതെത്ര വരും? അതായത് 120 മൈനസ് 25, എത്രയും പോർഷൻ പോയി, മൈനസ് 50. എത്ര വരും അത്? 120 മൈനസ് 25 മൈനസ് 50, അതായത് 45 വരും. ഓക്കെ, 120 മൈനസ് 25 മൈനസ് 50 എടുക്കുന്നത് നമുക്ക് 45. അപ്പൊ നമുക്ക് ഈ ബ്ലൂ കളർ ലെങ്ത് ഒരു 45 mm ഉണ്ട്. ക്ലിയർ ആണോ? കാരണം ടോട്ടൽ 120 ഉണ്ട്. അപ്പൊ അവിടുന്ന് 25ഉം 50യും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ടോട്ടൽ 75 വന്നു. 120 നിന്ന് 75 പോയി കഴിഞ്ഞാൽ 45. അപ്പോൾ ഈ ലെങ്ത് 45 എന്ന് കിട്ടി. നമുക്ക് ആ ട്രയാങ്കിൾ നമുക്ക് ഒന്നുകൂടി ആ ട്രയാങ്കിൾ ഒന്ന് ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്യാം. ഒന്ന് 75 ഹൈപ്പോട്ടനിയസ് ഉണ്ട്, പിന്നെ ഈ ലെങ്ത് 45 ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിൾ, ഈ ഒരു ഇൻക്ലിനേഷൻ ആണ് നമുക്ക് വേണ്ടത്. ആ ഇൻക്ലിനേഷൻ കിട്ടിയാലേ നമുക്ക് എന്തിന്റെ ഇൻക്ലിനേഷൻ കിട്ടത്തുള്ളൂ? ഇവിടുത്തെ ഇൻക്ലിനേഷൻ, R4ന്റെ ഇൻക്ലിനേഷൻ. അപ്പോൾ ഞാൻ തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ, ഇത് തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് തീറ്റയാണ്. R4ന്റെ ഇൻക്ലിനേഷൻ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് അല്ലേ? R4ന്റെ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ തീറ്റയാണ് നമുക്ക് ഇവിടെ വരുന്നത്. കാരണം R4 എങ്ങനെ ആക്ട് ചെയ്യുന്നതാണ്? ഈ ലൈനിൽ കൂടെയാണ് R4 ആക്ട് ചെയ്യുന്നത് അല്ലേ? എന്ന് റെഡ് കളറിൽ മാർക്ക് ചെയ്യാം. ആ ലൈൻ ഒന്നിൽ മാർക്ക് ചെയ്യാം. R4 എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? R4 ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇൻക്ലിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ R4ന്റെ ഇൻക്ലിനേഷൻ. അപ്പൊ തീറ്റ കണ്ടുപിടിക്കാം. അപ്പൊ തീറ്റ ഇസിക്വൽ ടു എന്താണ്? നമുക്ക് ഏതൊക്കെ കിട്ടി? ഇപ്പൊ ഹൈപ്പോട്ടന്യൂസ് 75 ഉണ്ട്, പിന്നെ ബേസ് 45 ഉണ്ട്. അപ്പോ ഇവിടെ അഡ്ജസന്റ് സൈഡ് AB എന്ന് പറയുന്ന ഇവിടുത്തെ
ഡിസ്റ്റൻസ് എയുടെ സെന്ററിൽ നിന്നും ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 75. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അത് കോസ് എടുത്താൽ മതി. കോസ് തീറ്റ ഇസ് ഇക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 45 ഡിവൈഡ് ബൈ 75. അതിന് തീറ്റ കിട്ടും. തീറ്റ ഇസ് ഇക്വൽ ടു എത്രയെന്ന് കിട്ടും? തീറ്റ ഇസ് ഇക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 45 ഡിവൈഡ് ബൈ 75 ഇസ് ഈക്വൽ ടു തീറ്റ ഇസ് ഇക്വൽ ടു എത്രയെന്ന് വരും? തീറ്റ ഇസ് ഇക്വൽ ടു കാൽക്കുലേറ്റർ അടിച്ചു കഴിഞ്ഞാൽ 53.13 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ തീറ്റയുടെ വാല്യൂ കിട്ടും. തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? R4ന്റെ ഇൻക്ലിനേഷൻ ആണ്. തീറ്റ ഇസ് ഇക്വൽ ടു 53.13. ഇവിടെ രണ്ടിടത്തും തീറ്റ ഇസ് ഇക്വൽ ടു 53.13. അപ്പോൾ R4ന്റെ ഇൻക്ലിനേഷൻ 53.13 എന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് അപ്ലൈ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷന്റെ എന്താണ് പറയുന്നത്? സിഗ്മ എഫ് എക്സ് ഇസ് ഇക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഇസ് ഇക്വൽ ടു 0. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. അത് നമ്മൾ ഏത് ബോഡിക്ക് അപ്ലൈ ചെയ്യും? മിനിമം അൺനോൺസ് ഉള്ളത്. ഇവിടെ നമുക്ക് മിനിമം അൺനോൺസ് ഉള്ളത് ബോഡി എക്കാണ്. ബോഡി ബിക്ക് നമുക്ക് എത്ര അൺനോൺസ് ഉണ്ട്? 3 അൺനോൺസ് ഉണ്ട്. 3 അൺനോൺസും വെയിറ്റും വരുന്നുണ്ട് ബോഡി ബിക്ക്. ബോഡി എക്കാണെങ്കിൽ 2 അൺനോണും വെയിറ്റും ആണ്. വെയിറ്റിന്റെ വാല്യൂ അറിയാം. 2 അൺനോൺ R1 R4 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബോഡി അപ്ലൈ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഫോർ ബോഡി എ. ഓക്കെ, അപ്പോൾ ഈ ബോഡി എയിൽ വരുമ്പോൾ സിഗ്മ എഫ് എക്സ്, ആദ്യമേ സിഗ്മ എഫ് എക്സ് നോക്കാം. സിഗ്മ എഫ് എക്സ് ഏതൊക്കെ വരുന്നത്? R1 ഹൊറിസോണ്ടൽ, ഓക്കെ, ദെൻ മൈനസ് R4 കോസ് 53.13. കാരണം തീറ്റയോട് ചേർന്ന ആംഗിൾ, തീറ്റ എന്ന് പറയുന്നത് 53.13 ആണ്. അപ്പോൾ ഈ ഡയറക്ഷൻ R4ന്റെ ഈ ഡയറക്ഷനിൽ 53, R4 കോസ് 53.13 ഈ ഡയറക്ഷനിൽ വരും. R4 സൈൻ എന്ന് പറയുന്നത് മുകളിലേക്ക് പോകും. R4 സൈൻ എന്ന് പറയുന്നത് മുകളിലേക്ക്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഹൊറിസോണ്ടൽ എടുക്കുന്നതുകൊണ്ട് നമ്മൾ R4 കോസ് 53.13 അത് നെഗറ്റീവ് ഡയറക്ഷൻ, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് മൈനസ് കൊടുക്കണം. ദിസ് ഈസ് ഈക്വൽ ടു 0. ഈ രണ്ട് കോഴ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് R1 വലത്തെ സൈഡിലേക്കും R4 കോസ് 53.13 ഇടത്തെ സൈഡിലേക്കും. വേറെ കോഴ്സുകളൊന്നും ഹൊറിസോണ്ടലി വരുന്നില്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് R1 ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? R4 കോസ് 53.13 എഴുതാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സിഗ്മ എഫ് എടുക്കുകയാണ്. സിഗ്മ എഫ് എടുക്കുമ്പോൾ വെർട്ടിക്കൽ ഫോഴ്സുകളാണ് എടുക്കുന്നത്. ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സുകൾ? സിഗ്മ എഫ് ഐ മുകളിലേക്ക് താഴേക്കുള്ള ഫോഴ്സുകളാണ് നമ്മൾ സിഗ്മ എഫ് ഐക്കകത്ത് കൺസിഡർ ചെയ്യുന്നത്. മുകളിലേക്ക് ഏതാ വരുന്നത്? R4 സൈൻ 53.13. അത് മുകളിലേക്കാണ്. R4 സൈൻ 53.13 അത് മുകളിലേക്ക്. ഇനി താഴേക്ക് ഏതുണ്ട്? 50 ന്യൂട്ടൺ മൈനസ് 15 ന്യൂട്ടൺ. വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ അതിനകത്ത്? ഇല്ല. ദിസ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ നമുക്ക് R4 ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? R4 ഇസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ സൈൻ 53.13 എന്ന് കിട്ടും. അപ്പൊ R4ന്റെ വാല്യൂ എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. R4ന്റെ വാല്യൂ 62.5 ഉണ്ട്. R4ന്റെ വാല്യൂ 62.5. ഓക്കെ, ക്ലിയർ? ഇതാണ് മെത്തേഡ്. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സും ഹൊറിസോണ്ടൽ ഫോഴ്സും എടുത്തിട്ട് അതിനകത്തുള്ള അൺനോൺസ്. അപ്പൊ ഇത് നമുക്ക് ബോഡി എയിൽ കൊടുത്തു. അപ്പൊ നമുക്ക് ഇതിനകത്ത് R4 കിട്ടി. ഈ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ R1 ഇസ് ഇക്വൽ ടു R4 ഇൻറ്റു കോസ് 53.13 എന്നാണല്ലോ. അതിൻ്റെ ഇവിടെ ഇക്വേഷൻ 1 പറയുന്നത് അങ്ങനെയാണ്. ഓൾറെഡി നമുക്ക് R4ന്റെ വാല്യൂ കിട്ടിയതുകൊണ്ട് 62.5 ഇൻറ്റു കോസ് 53.13 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? R1ന്റെ വാല്യൂ കിട്ടും. R1 37.5 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് R4 കിട്ടി, R1 കിട്ടി. ഇനി നമ്മൾ അപ്പോൾ ബോഡി എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് R1ഉം R4ഉം കിട്ടി. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഏതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ബോഡി ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബോഡി ബിയിൽ അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? വീണ്ടും ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എല്ലാം ബോഡി ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബോഡി ബിയിൽ നമുക്ക് വേറെ കളർ കൊടുക്കാം. ബോഡി ബിയിൽ വരുന്ന സിഗ്മ എഫ് എക്സ് അപ്ലൈങ് ഇക്വിലിബ്രിയം കണ്ടീഷന് ബോഡി ബി. ഓക്കെ, സിഗ്മ എഫ് ഐ എഫ് എക്സ് ഇസ് ഇക്വൽ 0, സിഗ്മ എഫ് ഐ ഇസ് ഇക്വൽ 0. അപ്പോൾ സിഗ്മ എഫ് എക്സ് എന്തൊക്കെയാണ് ബോഡി ബിയിൽ വരുന്നത്?
ബോഡി ബിയിലുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് R4 cos 53.13 ഹൊറിസോണ്ടലി. അത് ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? വലത്തേക്കാണ്. നമ്മൾ R4 ഈ ഡയറക്ഷനിലാണ് ബോഡി ബി എടുക്കുമ്പോൾ പോകുന്നത്, കാരണം റിയാക്ഷൻ അതിലേക്കാണ് വരുന്നത്. ഓക്കെ, അതിന്റെ വെർട്ടിക്കൽ R4 sin 53.13 താഴേക്ക് വരും. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് R4 cos 53.13 റൈറ്റ് സൈഡിലേക്ക് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് എടുക്കണം. പോസിറ്റീവ് റൈറ്റ് സൈഡിലേക്കാണ് വരുന്നത്. R53.13 പോസിറ്റീവ് എടുക്കും. ഓക്കെ, വേറെ ഏതാണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സ് പിന്നീട് വരുന്നത് R2ന്റെ ഈ ഡയറക്ഷനിൽ വരുന്നത് R2 cos 45, അത് ടുവേർഡ്സ് റൈറ്റ് ആണ്, അപ്പോൾ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ പ്ലസ് R2 cos 45, അത് റൈറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ R2ന്റെ വരുന്നത് മുകളിലേക്കാണ്. R2 sin 45 എന്ന് പറയുന്നത് മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ അതിപ്പോൾ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. പിന്നീട് വരുന്ന അടുത്ത ഫോഴ്സ് R3 ആണ്, അത് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്, അപ്പോൾ മൈനസ് R3. ഓക്കെ, അപ്പൊ ഇത്രയും ഫോഴ്സുകളാണ് ഹൊറിസോണ്ടലി വരുന്നത്. ഇസ് ഈക്വൽ ടു 0. അതവിടെ നിൽക്കട്ടെ, നമുക്ക് സിഗ്മ എഫ് ഐ എടുത്ത് നോക്കാം. സിഗ്മ എഫ് ഐ എന്തൊക്കെയാണ് വരുന്നത്? സിഗ്മ എഫ് ഐയിൽ 200 ന്യൂട്ടൺ താഴേക്ക്. ഓക്കെ, താഴേക്ക് ഏതുണ്ട്? 200 ന്യൂട്ടൺ താഴേക്ക് വരുന്നുണ്ട്, മൈനസ് കൊടുക്കണം. പിന്നീട് മുകളിലേക്ക് R2 sin 45, അപ്പൊ പ്ലസ് R2 sin 45 മുകളിലേക്ക്. അടുത്ത ഫോഴ്സ് R4 sin 45, നമ്മൾ R4ന്റെ ഒരു കോമ്പണന്റ് താഴേക്ക് വരുന്നു. R4ന്റെ സൈൻ 53.13 താഴേക്ക് വരുന്നുണ്ട്, അപ്പോൾ അത് മൈനസ് R4 സൈൻ 53.13. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0. വേറെ ഏതെങ്കിലും വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ടോ? ഇത്രയല്ലേ ഉള്ളൂ, ഇത്രയും ഫോഴ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? നമുക്ക് R4ന്റെ വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ? R4ന്റെ വാല്യൂ എത്രയായിരുന്നു? 62.5. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൈനസ് ഇതൊന്ന് സോൾവ് ചെയ്യാം. ഇതിൽ നമുക്ക് ഏത് കിട്ടും? R2. നിങ്ങൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇതിൽ നിന്ന് R2 നമുക്ക് കിട്ടും, കാരണം R4ന്റെ വാല്യൂ നമുക്കറിയാം. ഇവിടെ -200 ഉണ്ട്, അൺനോൺ ആയിട്ട് ഏത് മാത്രമേ ഉള്ളൂ? R2 മാത്രമേ ഉള്ളൂ. അപ്പോൾ R2 നമ്മൾ സോൾവ് ചെയ്യുക. ഇക്വേഷന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ 0 അല്ലേ, അത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് സോൾവ് ചെയ്യാം. R2ന്റെ വാല്യൂ എത്ര വരും? 353.5. കാൽക്കുലേറ്റർ അടിച്ച് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് R2ന്റെ വാല്യൂ കിട്ടും. R2ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ R2 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിനെ തന്നെ നമുക്ക് നേരത്തെ കിട്ടിയ R4 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് R3 കിട്ടും. R3 സോൾവ് ചെയ്ത് കിട്ടുന്നത് 287.5 ന്യൂട്ടൺ ആണ്. ഓക്കെ, അങ്ങനെ ഈ വാല്യൂസ് എല്ലാം എടുത്ത് എഴുതാം. എന്തൊക്കെയാണ് കിട്ടുന്നത്? ഒന്ന് R1 എന്ന് പറയുന്നത് 375 ന്യൂട്ടൺ. R2 എന്ന് പറയുന്നത് 353.59 ന്യൂട്ടൺ. Then R3 എന്ന് പറയുന്നത് 287.5 ന്യൂട്ടൺ. Then R4 എന്ന് പറയുന്നത് 62.5 ന്യൂട്ടൺ. ഇത്രയും ഫോഴ്സസ് ആണ് ഉള്ളത്.